ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ നിന്റെ ഹൃദയത്തിൽ വന്നു വാഴണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കും. ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും. എന്നിട്ടെന്താ? ഒറ്റ ചെയ്താണ്. അവർ ഒറ്റ ചെയ്താണ്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവരിവിടെ വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും. അവർ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ 1 മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന്. അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല. പക്ഷേ ലാഗിങ് വന്നില്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ള കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും. ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന് ടൈം ആകുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അത് ചെയ്യും. ഇപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? ഈ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക. അവർ ആ ചേട്ടായി എന്താ ചെയ്യണത്? അവർ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? റേഡിയേഷൻ പറ്റത്തില്ല, ഓപ്പറേഷൻ പറ്റത്തില്ല, കീമോ പറ്റത്തില്ല. പക്ഷേ എന്ത്? പാലിയേറ്റീവ് കീമോ, മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുകയാണ്. ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് 2 കീമോ 3ാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 99% ഇവർ സുഖപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്താണ്? അത് തന്നെ ഒരു ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി. കാര്യം കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തായിരുന്നു. ഇപ്പം ഞാൻ 3-4 പേര് ഇതിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തി മറിഞ്ഞാലും ഞങ്ങളുടെ തലകുത്തി മറിയത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണം. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ, സത്യമായിട്ടും കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട്, അനുഭവത്തിലൂടെയും നേരെയും. ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് തോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുക പറയും, ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കളങ്കമില്ലാതെ പരമാർത്ഥത വേണം. അല്ല വെക്കുവോ? അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുവോ? അത് മഴവില്ല് ചുമ്മാ കണ്ടതല്ലേ? ആകാശത്ത് കാണാം മഴവില്ലൊക്കെ, പിന്നെ അച്ഛൻ പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞില്ലെങ്കിലും മഴവില്ല് അവിടെ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം എന്താണ്? കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെയറിയാമല്ലോ. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം. ഇങ്ങനെയല്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിവേചിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള
ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും. ഒരു പ്രത്യേക നമ്മൾ ഒരു പൂരണിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാവും, പറയുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. അപ്പോൾ അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്, അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നമ്മുടെ അദ്ദേഹം പറയണത് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേരം ചരിത്രമില്ല. എനിക്ക് 35 വയസ്സായി. 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെ എഴുന്നേൽക്കണത്. ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേൽക്കണത്? അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസം വാദിക്കാൻ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഇത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും. നേരിട്ട് അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം. ഇവരുടെ കാര്യം ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്? പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പോൾ പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസമുണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ഒത്തിരി ഏടാകൂടങ്ങളിൽ പോയിട്ട് ആ പള്ളിയിലെത്തിയത്. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ഞാൻ കാറിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ജോസഫനല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാനിരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഈ കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയണത് ജീവനോടെ അത് ഞാൻ പറഞ്ഞു, ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ചിലർക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കണ്ണാനെ പോലെ തപ്പിയും തടഞ്ഞു വെക്കുക, എന്തിനൊക്കെ ചെയ്യോ, ഇനി അതെവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം, നല്ല പരിപാടിയെ പോയി. അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെല്ലാം പോയി കാണേണ്ടത്. അപ്പോൾ അവരെ പോയി കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുള്ള സംസർഗം അതാണ്. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല.
അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്ത് ഉടമ്പടി എന്ത് ചെയ്യും? അവരെ തിരക്കിപ്പോകും. തിരക്കി പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി. അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ നിങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും അങ്ങയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടാക്കണമേ. അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത്. അത് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തവനെ കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും. എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത് ഇനിയിപ്പോൾ 90 ദിവസം അതവരെ കൊടുത്താൽ മതിയല്ല. മനസ്സിലായില്ലേ? 90 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം. കുഴപ്പമില്ല, 90 ദിവസം വരെ കൊടുക്കാം, പട്ടണത്തിനും കൊടുക്കാം. അപ്പം നമ്മൾ ഈ ദിവസം എണ്ണി കൊടുക്കും. അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ്. അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ്, മനുഷ്യപ്രവർത്തനങ്ങളാണ്. അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം. പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ഈസ് സെൻറ്റ്, അല്ലേ? പ്രേക്ഷിതം അതായത് ഒരാളെ പറഞ്ഞു വിടുക. ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത്. സംസ്കൃത വാക്കാണ്. അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ. എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല. ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് ദ ബെഡ് ഫോർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതാണ് വിഷയം. ഞാനും അയക്കുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിന് അത് സ്പിരിറ്റഡ് ആണ്. മനസ്സിലായില്ലേ? മറ്റൊരു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ്. വ്യത്യാസം ഇതാണ്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നമ്മൾക്ക് നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നു. ഗുഡ് ബൈ. അവരും തിന്ന് നമുക്ക് സമാധാനം. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ. പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ്? ഈശോയാണ്. അപ്പ അയച്ചതാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യാണ്? ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ യേശുക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് പ്രേക്ഷിത പ്രവർത്തനം ആകണത്. യേശുക്രിസ്തുവാണ് നിങ്ങളെ കർത്താവെ ഒരു 10 പത്രം കയ്യിലെടുത്ത് അല്ലെങ്കിൽ 10 പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ടു. ജുബിൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കക്ഷിയിൽ അയാളുടെ ചെറുപ്പക്കാരനാണ്. അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്ക് 4 സപ്ലൈ ഉണ്ടായത്, പിന്നെ അത് കൂടി 7 സപ്ലൈ ആയി. പിന്നെ എന്ത് ചെയ്ത് അടുത്ത എഴുത്തിന് 7 സപ്ലൈ അയാൾ ജയിച്ചു. അതാണ് വിഷയം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്നറിയാമോ? അതായത് വേറെ ബ്ലോസം എന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ. ബ്ലസ്സൻ, ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞ ഒരാളെ ആശുപത്രിയിൽ കണ്ടുമുട്ടി. ബ്ലസ്സൻ എന്താ? ബ്ലസ്സന് ക്യാൻസറാണ്.
അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ്, ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കണം, അവർ പോയി കുളിക്കുകയോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ജൂബിൻ പറഞ്ഞു, ബ്ലസ്സിൻ്റെ അമ്മയല്ലേ, അമ്മ വീട്ടിൽ പോയി കുളിക്കുക നിനക്കൊക്കെ ചെയ്തിട്ട് വാ, ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം. കളി വേണ്ട, അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. കളി മറന്നു കണ്ടില്ലേ? അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ? അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അവൻ മരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ജൂബിൻ പോയി കണ്ടു. ജൂബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയേ. അവസാന നിമിഷമാണ് അവനെ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി. ജൂബിനെ ഈ ബ്ലസ്സിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും, കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല. അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. തിരഞ്ഞെടുത്തയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിയേ. ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ്? അതായത് അത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിഭാവനതയാണ് ഇവിടെ മാനദണ്ഡമാണിത്. എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയണത് അതാണ്, ഉടമ്പടി ഉടനടി പരിഹാരം. ഒരു സംശയമില്ല കാര്യത്തിൽ, നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും 10,000 ഇപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ 10,000 അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഉദാഹരണത്തിന് 1 എടുത്തേ. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പൈതങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മിഠായി, ബലൂൺ, അതുപോലെയുള്ള കളിപ്പാട്ടം, ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, അവർ കിട്ടിയാൽ മാത്രമേ മദറിൻ്റെ സ്നേഹം. നിങ്ങൾക്കറിയാവില്ല, ഇപ്പം കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ്? പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ. നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും, നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്ന ആരായിരിക്കും? ബംഗാളി ചേച്ചിമാരായിരിക്കും.
അപ്പം നമ്മുടെ മക്കൾ അവരെന്തെന്ന് വിളിക്കും? അമ്മയെന്ന് വിളിക്കും. നിങ്ങളെന്തെന്ന് വിളിക്കും? ആയി എന്ന് വിളിക്കും. ഇതാണ് പ്രശ്നം. പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത്? ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ. പറഞ്ഞിട്ട് കാര്യമില്ല. ആര് കൊടുക്കുന്നു? അമ്മ എപ്പോഴും അമ്മയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പം ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നിനു വായിച്ചത്, സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സംസാരിക്കാൻ സാധിക്കും. ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം? 1 തിമോത്തി 4:8 എന്താണ്? ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിത്യജീവനെക്കുറിച്ചായിരിക്കും. ജഡിക മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഈ ജീവിതത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കണത്. അപ്പോൾ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ? അതാണല്ല ഉടമ്പടി. ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജോലിയില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് രോഗമാണ്. ഇതല്ലേ പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോയോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി ഈ വിഷയം സമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രതിഷ്ഠിക്കുന്നത്. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ്. അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണം എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത്. ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി, പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങളുടെ ചില കാര്യങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങളെന്താണ്? നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്നു എന്ന്. എന്താ കാര്യം? എന്താണ്? ദൈവം ഈ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഒരു 3-4 കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല, മറിച്ച് എന്താണ്? നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടായി. മലയാളിക്ക് എന്ത് ബൈബിൾ പഠിച്ചാലും അവനെ നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും. മലയാളി എന്ത് ബൈബിൾ, മലയാളിയുടെ ഒരു ദുരന്തം അതാണ്. എന്ത് ബൈബിൾ അവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും? പഴഞ്ചൊല്ലായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയാതെ നമ്മളകത്ത് കിടക്കുന്ന ഒരു വൈറസാണ് ഈ പഴഞ്ചൊല്ല്. ഇപ്പം നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും പണിയായി. അതേ സംഭവം മലയാളം അങ്ങനെ ചെയ്യത്തുള്ളൂ. അവൻ അർത്ഥ കൈക്ക്. അപ്പോൾ ഈ ബേസിക് സ്വഭാവങ്ങളുള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാംസ്കാരിക അവബോധം മനസ്സിൽ കിടക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ബൈബിളേതരമായി നിലവാരപ്പെട്ടിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു ജനതയുടെ സ്വയം പ്രകാശനങ്ങളാണ്. അതാണ് പഴഞ്ചൊല്ലെന്ന് പറയണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരാണ്. നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ കർത്താവ് എന്ന് പറയും, നിങ്ങൾ അളക്കുന്ന അളവ് പോലോട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്ക് മാത്രം അളന്നാൽ പറ്റത്തില്ല. മത്തായി 7:2 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഈ ലൂക്കാസ് സുവിശേഷമാണ് നല്ലത്. ലൂക്കാസ് സുവിശേഷം 6:38 അവസാനമാണ് പറയണത്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അതൊക്കെ മുമ്പ് പറഞ്ഞ വാക്ക് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പറഞ്ഞത്. അതിക്ക് മുമ്പ് പറയാം, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് കിട്ടും? അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അളക്കുന്ന അളവുകോല് കണ്ടിട്ട് നിങ്ങൾക്ക് കൈ നീളത്തില്ലെന്ന് ദൈവം കൈ നീളത്തില്ലെന്ന് അർത്ഥം. നമ്മൾക്ക് കൈ നീളത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ നീളത്തില്ലെന്നാണ് ഈ പറയണത്. കേൾക്കുമ്പോൾ അവർക്കും നമുക്ക് കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കും. പക്ഷേ എങ്ങനെ കൊടുക്കണം? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അളക്കണം ആദ്യം. നിങ്ങൾ അളക്കുന്ന അളവ് അല്ലാതെ ദൈവമല്ല ആദ്യം അളക്കണത്.
ആ വചനം ഒന്ന് വായിച്ചേ. ലൂക്ക 6:38. ലൂക്ക 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഞാൻ എന്താ ഇത് വായിച്ചപ്പോഴേക്കും ഈ ജുബിനുണ്ടല്ലോ നിത്യത സമൃദ്ധമായിരിക്കും. എന്താ കാര്യം? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് അവൻ പോകുന്നില്ലല്ലോ, ഒരു മാസം അവിടെ നിന്നില്ലേ? അതാണ് സംഭവം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹം. ഇപ്പം നിങ്ങൾ ഓർക്കും ശരിയാണ്, കൊടുക്കും നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് IELTS പാസ്സാവുന്ന വെച്ചാൽ പറയണം ശരി. ഇപ്പം നമ്മുടെ പുരയിടം വിറ്റുപോകും, നല്ല വിലക്ക് വിറ്റുപോകുമായിരിക്കും. നിങ്ങൾ ഞാൻ പറയണതൊന്ന് ചിന്തിക്കണ വേറെ. നിങ്ങൾ കൊടുക്കും, ശരി അവന് നമ്മൾ ആണെങ്കിൽ നമുക്ക് 2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, 10 ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ, അപ്പോൾ ജോലി കിട്ടുമല്ല, അപ്പോൾ ശമ്പളം കിട്ടുമല്ല, അപ്പോൾ നമ്മൾ 100 ഉടുപ്പ് തിരിച്ച് വാങ്ങിക്കാമല്ല. ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷ് ആൻഡ് കയ്യിലായിട്ടാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുവൻ. നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും. അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത് 1 മാസം പോയി നിന്ന്. അപ്പോൾ അവന് എന്താ കിട്ടാൻ പോണേ? നിത്യതയാണ് അവന് വരാൻ പോണത്. അവൻ്റെ ഇതിനോടുകൂടി നിത്യത. അപ്പോൾ നിങ്ങളൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ ജീവിതത്തിൽ എന്താ അച്ഛൻ ഈശോ ഒന്നും പറയാത്തത്? അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത്. വരാനിരിക്കുന്ന രാജ്യത്ത് നിത്യജീവനം. വരാനിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉടമ്പടിക്ക് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. ടേക്ക് ദ ബെഡ് ഫോർ ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 10:29-30. മർക്കോസ് 10:29-30. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ ആ കൊടുക്കണ ആ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ, എന്ത് കൊടുത്താലും ആ കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. മലയാളത്തിലുള്ള സംഭവമാണ്. എന്താണ് കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്? നമ്മൾ ആർക്കെന്ത് കൊടുത്താലും 5 മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും. 6-ാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കൊടുക്കുമ്പോൾ പാത്ത പറഞ്ഞ് തന്നെ കൊടുക്കണം. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കും ഇത്തിരി ആൾക്കാർ. അതാണ് സംഭവം. ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണതും ശുശ്രൂഷകളെല്ലാം സഹായിക്കണതും എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ നിങ്ങളും എൻ്റെ ദൈവത്തിലെ ഇപ്പോൾ ഇത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഇപ്പം അച്ഛൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിവിടെ ഒന്ന് നിൽക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 5 കൊല്ലം വേണം 5 കൊല്ലം നിൽക്കാം, 3 കൊല്ലം വേണം 3 കൊല്ലം നിൽക്കാം, ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. അതൊക്കെ പക്ഷേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. കാര്യം ഇവിടെ നിൽക്കുന്നവർ വെറുതെ ഒരു ധ്യാനകത്തിൽ പോയി നിൽക്കുകയല്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണ്. ആ കാര്യത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം വരേണ്ടത്. ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടാകണം. അല്ലാത്തവർ 5 കൊല്ലം ഈ പ്രത്യക്ഷീകരണത്തിൽ ബോധ്യമില്ലാത്തവർ 5 കൊല്ലം വന്നാലും പണിക്കാരാണ്. ആ പണി കഴിഞ്ഞ് പോകും. ഞാൻ അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു. അങ്ങനെ എത്ര പേര് ഇവിടെ വന്ന് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് പേഴ്സണലി ദം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കണത് എപ്പോഴെന്താണ് പ്രത്യക്ഷീകരണത്തെ ഇവർക്ക് ബോധ്യമുണ്ടോ, മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമുണ്ടോ, അതനുസരിച്ച് തന്നെയാണോ അവരുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോണത്. അവിടെ സംസാരങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരു അഭിഷേകദാനമാണ്. അത് കിട്ടാതെ ആരെല്ലാം ഇവിടെ ഒരു ജന്മം ഇവിടെ നിന്നിട്ടൊരു കഥയില്ല. അപ്പോൾ വരാൻ പോകുന്നവരെ പ്രേക്ഷിത ആണായാലും പെണ്ണായാലും ഓർക്കുക, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് കൃപാസനത്തിൻ്റെ
ആ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പ്രത്യക്ഷതയെക്കുറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം. അതിലൊക്കെ ഒരു ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രേക്ഷിതനാകാനുള്ള ാതെ ദൈവവിളി ഈ സന്യസ്തരെ മുഴുവൻ ഒരുമിച്ച് പാടുക. എഴുന്നേൽക്കുക. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ വരൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചെല്ലരും ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ ശാന്തമായ സാന്നിധ്യമുണ്ട്.
ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ ഒരു ഫീലാണ്, അതേ ഒരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ അമ്മ, അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കർത്താൽ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവേ, കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, വൈദാക്കാലം പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും, ഓരോ മകന്റെ മേലും അടുപ്പിണർ പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഇറങ്ങുന്ന കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല്, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് ഉള്ളം കാലവരെ കർത്താവിന് അരിച്ചിറങ്ങട്ടെ, അരിച്ചിറങ്ങട്ടെ. കർത്താവിന് ശക്തി, കർത്താവ് തൈറോയ്ഡ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, പിസിഒഡി രോഗികള്, പിസ്റ്റുല രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കിഡ്നി രോഗികള്, കുടല് രോഗികള്, ക്യാൻസർ രോഗികള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്വരത്തിൽ പാടുക, എല്ലാവരും പാടുക. നീ വരൂ, നീ വരൂ കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ നിന്റെ തിരുവരുവാർന്ന് വലതുകരം കുഞ്ഞുമക്കളിലെ കുഞ്ഞുമക്കളുണ്ടാകുന്ന നമ്മുടെ രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവരുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ സ്വർഗീയമായത് കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണ കർത്താവേ, ഭവനരഹിതരെ സ്പർശിക്കുന്ന കർത്താവേ, സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവര്, ഭാരങ്ങളുള്ളവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, കണ്ണിന് കരുക്കളുള്ളവരെ, കണ്ണിന് ദശ വളരുന്നവരെ, കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണിൽ നിന്നും കാതിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവരെ, പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൊണ്ടയിൽ മുഴയുള്ളവരെയും തൈറോയ്ഡ് രോഗികളെയും ടോൺസൈറ്റ് രോഗികളെയും സ്പിറ്റുല രോഗികളെയും സ്പോണ്ടിലൈറ്റിസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ, ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ, ഏത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ, ഏത് രേഖ ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ, ഏത് ജോലി ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ, ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ ശുഭകരമായ മറുപടി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്, യേശുവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തില് ദൈവിക ഇടപെടലുണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. എന്റെ മക്കളെ, നിങ്ങളുടെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അടിപ്പണ്ട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി നിങ്ങളുടെ വരുന്ന കാര്യമാണ്. നിന്റെ മനസ്സ് വേദനിക്കുന്ന, നെഞ്ച് പൊളയുന്ന, പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് 7 ദിവസത്തിനുള്ളിൽ കർത്താവിന്റെ തീരുമാനം ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ കർത്താവിന് 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിത ദുരിതങ്ങള് ഇപ്പോഴേ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട്
ജലത്തിന്റെ കൂടെ ജലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മ ജലത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിന്റെ കരുണയ, ദൈവത്തിന്റെ കൃപയ, കർത്താവെ അവർക്ക് വീടില്ല, അവർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, എല്ലാ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കണ്ണത്തോടെ മാർഗങ്ങള് ദുരിതങ്ങള് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ 39 വർഷം ഇവരുടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഈ ആൾക്കാരെ നടത്ത 10,000 ആരാധനയാൽ മാർഗരോഗങ്ങള് ദുരിതങ്ങള് ഈ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈകൾ കുപ്പിക്കൊണ്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട്. ശരീരം മുഴുവൻ ഇങ്ങനെ കുരുക്കൾ പോലെ, ചൂടുകുരുവല്ല, അല്ലാതെ തന്നെ എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ളവിലവിടെ നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട്. അത് ക്യാൻസറാണോ ക്യാൻസറാണെന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം. ഒരു തോളില് ഇടത് തോല് വലത് തോല് ഇടിഞ്ഞും ഇടത് തോല് മുന്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തോ അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ്. അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സന്ദേശത്തിലുണ്ട്. കർത്താവിന് നന്ദി പറയാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈശോ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ
കർത്താവേ